Hello dears, welcome back to Silent Learning. It's me Rimamis ആണ്. From food production to food security ആ ഒരു ചാപ്റ്ററിൽ എൻ്റെ മക്കൾ എന്തായാലും എക്സാമിന് പ്രതീക്ഷിക്കേണ്ട ഒരു ചോദ്യമാണ്. ഗ്രീൻ റെവല്യൂഷൻ്റെ സൈഡിൽ നിന്നൊരു ചോദ്യം നിങ്ങൾ എക്സ്പെക്ട് ചെയ്തോ? ഒന്നില്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളോട് മെറിറ്റ്സ് ആയിരിക്കും ചോദിക്കുക. ഈ ഒരു ഹരിത വിപ്ലവത്തിൻ്റെ ഗുണങ്ങൾ എന്തെല്ലാമായിരുന്നു, അല്ലെങ്കിൽ ഹരിത വിപ്ലവത്തിൻ്റെ ദോഷങ്ങൾ എന്തെല്ലാമായിരുന്നു, നിങ്ങളത് പഠിച്ചു വെച്ചോളണം. ഓക്കെ, ഹരിത വിപ്ലവം എന്തിനു വേണ്ടിയിട്ടാണ്, ഗ്രീൻ റെവല്യൂഷൻ എന്തിനു വേണ്ടിയിട്ടായിരുന്നു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്? നമുക്കറിയാം, നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് ആ ഒരു സമയത്ത് എന്താണ്, നമ്മുടെ കാർഷിക രംഗം ഭയങ്കര ഡൗൺ ആയിരുന്നു. ആ ഒരു സമയത്ത് നമ്മുടെ ഭൂപരിഷ്കരണവും നമ്മുടെ ഗ്രീൻ റെവല്യൂഷനും ഒക്കെ കൊണ്ടുവന്ന് കാർഷിക മേഖല എന്താണ് ബെറ്റർ ആവാൻ വേണ്ടിയിട്ട് അല്ലേ. അതിൽ ഹരിത വിപ്ലവം എന്ന് പറയുന്നത് എന്തായിരുന്നു? അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, രാസവളങ്ങൾ, കീടനാശിനികൾ, അതുപോലെ ഇറിഗേഷൻ ഫെസിലിറ്റീസ്, കുറഞ്ഞ റേറ്റിലെ കുറഞ്ഞ ഇൻട്രസ്റ്റിൽ എന്താണ്, കുറഞ്ഞ പലിശയ്ക്ക് എന്താണ് ലോണ് കൊടുക്കുക, അങ്ങനത്തെ ഒരുപാട് എന്താണ് കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് നമ്മുടെ കാർഷിക മേഖലയെ എന്താണ് ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടായിരുന്നു നമ്മുടെ ഹരിത വിപ്ലവമൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു ഹരിത വിപ്ലവത്തിൻ്റെ മെറിറ്റ്സ് അല്ലെങ്കിൽ ഡീമെറിറ്റ്സ് നിങ്ങൾ എന്തായാലും പഠിച്ചു വെക്കണം. ഓക്കെ, അപ്പൊ എന്താണ്, ഹു ഈസ് ദ ഫാദർ ഓഫ് ഇന്ത്യൻ ഗ്രീൻ റെവല്യൂഷൻ? ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരായിരുന്നു മക്കളെ? യെസ്, നമുക്കറിയാം ആരാണ്. ഡോക്ടർ അല്ലെ, ഡോക്ടർ MS സ്വാമിനാഥനായിരുന്നു. ഡോക്ടർ MS സ്വാമിനാഥനായിരുന്നു നമ്മുടെ പിതാവ് അല്ലെ, ഹരിത വിപ്ലവത്തിന്റെ പിതാവ്. അതുപോലെ ഗ്രീൻ റെവല്യൂഷന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയായിരുന്നു? യെസ് അല്ലേ, ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപാദനത്തിൽ ഉണ്ടാവൂലേ. അതായത് എന്താണ്, കാർഷിക ഉൽപാദനം കൂടിയ സമയത്ത് എന്താണ് അവിടെ നമുക്ക് പറയാല്ലേ, ഈ ഇത്തരത്തിലുള്ള ഇറിഗേഷൻ ഫെസിലിറ്റീസും അതുപോലെ നല്ല രാസവളവും കീടനാശിനികളും അതുപോലെ എന്താണ് ഹൈ ഈൽഡിങ് വെറൈറ്റി ആയിട്ടുള്ള സീഡ്സ് ഒക്കെ യൂസ് ചെയ്ത് എന്താണ് ഉൽപാദന വർധനവുണ്ടായി, അല്ലെങ്കിൽ ഇൻക്രീസ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് ഫുഡ് ഗ്രെയിൻസ്. അതുപോലെ എൻഷുർഡ് സെൽഫ് സഫിഷ്യൻസി ഇൻ ഫുഡ്, ഭക്ഷ്യ സ്വയം പര്യാപ്തത ഉറപ്പാക്കി. ദെൻ ഭക്ഷ്യധാന്യങ്ങളുടെ വില കുറഞ്ഞു. ഓക്കെ, ദ പ്രൈസ് ഓഫ് ഫുഡ് ഗ്രെയിൻസ് ഡ്രോപ്ഡ് അല്ലേ. അതായത് എന്താ, ഒരുപാട് ഉൽപ്പന്നങ്ങൾ ഉണ്ടാകുമ്പോൾ എന്താണ്, നമുക്ക് സ്വാഭാവികമായിട്ടും ഒരു സാധനത്തിന്റെ പ്രൈസ് കുറയും അല്ലേ, പ്രൈസ് കുറഞ്ഞു. അതുപോലെ ഭക്ഷ്യധാന്യങ്ങളുടെ കരിഞ്ചന്തയും പൂഴ്ത്തിവെപ്പൊക്കെ എന്താണ് അവസാനിച്ചു. ദ ബ്ലാക്ക് മാർക്കറ്റിംഗ് ആൻഡ് ഹോർഡിംഗ് ഓഫ് ഫുഡ് ഗ്രെയിൻസ് ഡിക്ലൈൻഡ് ആയി. അപ്പൊ ഇതൊക്കെയായിരുന്നു മെറിറ്റ്സ് എന്ന് പറയുന്നത്. അതുപോലെ മെറിറ്റ്സ് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഡീമെറിറ്റ്സ്. നമ്മുടെ ഹരിത വിപ്ലവത്തിന് ഒരുപാട് ഗുണങ്ങളുണ്ട്, മെറിറ്റ്സും ഉണ്ട് അതുപോലെ ഡീമെറിറ്റ്സും ഉണ്ടായിരുന്നു. അതായത് നമ്മുടെ എക്സസീവ് യൂസ് ഓഫ് വാട്ടർ, നമ്മൾ അമിതമായിട്ട് വെള്ളം യൂസ് ചെയ്തില്ലേ, ആ സമയത്ത് നമ്മുടെ ഗ്രൗണ്ട് വാട്ടർ ഡിക്രീസ് ആയി, ഗ്രൗണ്ട് വാട്ടറിൻ്റെ അളവ് അത് കുറഞ്ഞു. അത് ഏറ്റവും വലിയൊരു ഡീമെറിറ്റ് തന്നെയാണ്. നമ്മൾ കുറേ വെള്ളം കൃഷിക്ക് വേണ്ടി യൂസ് ചെയ്തില്ലേ, ആ ഒരു സമയത്ത് നമ്മുടെ വെള്ളത്തിന്റെ അളവ്, ഭൂഗർഭജലത്തിന്റെ അളവ് എന്ത് ചെയ്തു എന്ന് പറയുന്നത് യെസ് അല്ലേ, കുറഞ്ഞു. അതുപോലെ മറ്റൊന്നായിരുന്നു നമ്മൾ അമിതമായിട്ട് എക്സസീവ് യൂസ് ഓഫ് ഫെർട്ടിലൈസർ ആൻഡ് പെസ്റ്റിസൈഡ്, അമിതമായി രാസവള കീടനാശിനി പ്രയോഗമൊക്കെ നമ്മുടെ മണ്ണിന്റെ ഫെർട്ടിലിറ്റിയെ തന്നെ എഫക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. രാസവളങ്ങളുടെയും കീടനാശിനികളുടെയും അമിത ഉപയോഗം മണ്ണിന്റെ സ്വാഭാവികമായിട്ടുള്ള ഫലഭൂഷ്ഠത കുറയ്ക്കാൻ കാരണമായ അല്ലെങ്കിൽ ഫെർട്ടിലിറ്റി അല്ലെങ്കിൽ ഫലഭൂഷ്ഠത കുറച്ചു. ഓക്കെ, അപ്പൊ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് കേട്ടോ. അത് ഉറപ്പല്ലേടാ, നമ്മൾ മണ്ണിലല്ലേ ഈ സാധനം രാസവളവും കീടനാശിനികളും പോകുന്നത്. ആ സമയത്ത് നമുക്ക് മണ്ണിനൊരു നാച്ചുറലി നല്ലൊരു എന്താ പറയുക, ഒരു ഫെർട്ടിലിറ്റി ഒക്കെ ഉണ്ടാവും അല്ലേ. അപ്പൊ അതുപോലെ തന്നെ അത് ഓവറായിട്ട് യൂസ് ചെയ്ത സമയത്ത് മണ്ണിന്റെ ഫെർട്ടിലിറ്റി തന്നെ എഫക്ട് ചെയ്തു അല്ലേ, അത് കുറച്ചു എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഇതായിരുന്നു ഡീമെറിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മറ്റൊന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒന്നാണ്, നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന ദാരിദ്ര്യത്തെ ഇല്ലാതാക്കാൻ വേണ്ടി നിരവധി ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികൾ ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അല്ലെ. അലവിയേഷൻ സ്കീംസ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് ഏതൊക്കെയാണെന്നുള്ളൊരു ചോദ്യം വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ 2 എണ്ണം പഠിച്ചു വെക്കുക. മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീം, അതായത് അഡൽട്ട് വിത്ത് ലോ ഇൻകം റിസീവ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ഇൻകം, താഴ്ന്ന വരുമാനമുള്ള പ്രായപൂർത്തിയായ കുടുംബാംഗങ്ങൾക്ക് തൊഴിലവസരങ്ങളും വരുമാനവും ലഭിക്കുന്ന പദ്ധതിയായിരുന്നു. അതുപോലെ ജീവനം പദ്ധതി, അതായത് കുറ്റകൃത്യങ്ങൾക്കിരയായി മരിക്കപ്പെടുന്നവരുടെ ആശ്രിതർക്ക് ഉപജീവന മാർഗം കണ്ടുപിടിക്കുന്ന ഒന്നായിരുന്നു ജീവനം പദ്ധതി.
അതുപോലെ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം അഥവാ PDS എന്ന് പറയും. അതായത് എൻഷുറിങ് ഫുഡ് സെക്യൂരിറ്റി ഓഫ് ദ പീപ്പിൾ, ജനങ്ങളുടെ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നു. മറ്റൊന്ന് PM പോഷൻ, മിഡ് ഡേ മീൽ സ്കീം ഫോർ, അതായത് 1ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് എന്താണ് ഉച്ചഭക്ഷണ പദ്ധതി കൊടുക്കുന്ന ആ ഒരു സ്കീമൊക്കെ എന്താണ് ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിക്ക് വേണ്ടി വന്നതായിരുന്നു. ഓക്കെ, പ്രധാനമന്ത്രി പോഷൻ ശക്തി നിർമ്മാൺ എന്ന് പറയും. അതുപോലെ എന്താണ് ദേശീയ സാമൂഹിക സഹായ പദ്ധതി, അതായത് നാഷണൽ സോഷ്യൽ അസിസ്റ്റൻസ് സ്കീംസ്, നിരാമയ ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം, നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി. ഇതിൽ ഏതെങ്കിലുമൊക്കെ 2 നിങ്ങൾ എഴുതേണ്ടതാണ്. ഓക്കെ, അപ്പോൾ ഇതേപോലത്തെ വീഡിയോസ് ആയിട്ട് മിസ് ഇനി വരും. ബൈ.